ഒരു കഷ്ണം കപ്പ മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് അരച്ച് നോക്കൂ. രാവിലെയോ രാത്രിയിലോ വിശക്കുന്ന സമയങ്ങളിൽ വയറ് നിറച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത്. കണ്ടല്ലോ, കാണാൻ നല്ല മൊഞ്ചുണ്ടല്ലേ. അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ട് അപാര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതവിടെ ഇതുപോലെ 2 കപ്പയുടെ കഷ്ണങ്ങളാണ് വെച്ച് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് ഏകദേശം നമുക്കൊരു 6 പലഹാരം വരെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരാൾക്ക് 1 2 ഒക്കെ ആണെങ്കിലും ഒരു 3 പേർക്ക് വയറ് നിറച്ച് കഴിക്കാൻ ഈ ഒരു 2 കഷ്ണം കപ്പ മാത്രം മതിയാകും കേട്ടോ. അതിൻ്റെ പുറമേയുള്ള ആ ഒരു തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ രീതിയിലൊന്ന് കൊത്തി നുറുക്കിയെടുക്കണം. നമുക്ക് ഈ ഒരു കപ്പ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ വലിയ വലിയ കഷ്ണങ്ങളായി അത് അരഞ്ഞ് കിട്ടാൻ പാടാകും. അപ്പോൾ എന്ത് ചെയ്യുക, ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. ഒപ്പം തന്നെ ഇതിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കപ്പയുടെ നടുഭാഗത്തായിട്ട് ആ ഒരു സെൻറ്ററിൽ ഒരു കട്ടിയുള്ള നാര് പോലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക കേട്ടോ. അത് നമ്മുടെ മിക്സിൻ്റെ ജാറിലൊന്ന് അരഞ്ഞ് കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടാകും. അപ്പോൾ അതാ ഇതുപോലെ ചെറുതായിട്ട് കൊത്തി നുറുക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ മിക്സിൻ്റെ ജാറിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ 2 ട്രിപ്പായിട്ടാണ് ഇതൊന്ന് അരച്ചെടുക്കുന്നത്. ചെറിയ മിക്സി ആയതിന് കാരണം കേട്ടോ ഞാനിവിടെ ഇങ്ങനെ 2 പ്രാവശ്യമായിട്ട് ചെയ്യുന്നത്. ഒരു തുള്ളി നമ്മൾ വെള്ളം ചേർക്കേണ്ടതില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. വെള്ളം തീരെയും ചേർക്കണ്ട കേട്ടോ. ഈ ഒരു കപ്പയിലുള്ള ആ ഒരു ചെറിയ നനവ് മാത്രം മതിയാകും ഇത് അരക്കാനായിട്ട്. അപ്പോൾ ആദ്യത്തേത് നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതുപോലെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ മിക്സിയിൽ അരക്കാൻ മടിയുള്ള ആൾക്കാർക്ക് ഗ്രേറ്ററിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ ഒരതി എടുത്താലും മതിയാകും കേട്ടോ. കട്ടകളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. നമുക്കിതൊന്ന് പരത്തിയെടുക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കപ്പയുടെ കഷ്ണങ്ങളൊക്കെ ഉണ്ടായാൽ പരത്താനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ ആ 2ാമത്തെ ട്രിപ്പും നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ ഒന്ന് തരീട്ടോ. അതാ കണ്ടല്ലോ, നമ്മളെ കപ്പ നന്നായിട്ടൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മളൊരു സവാളയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ചെറുതാണെങ്കിൽ ഒരു സവാള മുഴുവനായിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി, അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഒപ്പം പച്ചമുളകാണ്. പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിന് ചേർക്കുക. ഒപ്പം കുറച്ച് കറിവേപ്പിൻ്റെ ഇല, അതുപോലെ തന്നെ ചെറിയ ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ജീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കട്ടോ. അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുക്കണം. നമുക്ക് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഈ ഒരു കടി ഉണ്ടാക്കുമ്പോൾ നമുക്ക് കറിയുടെ ഒന്നും ഒരാവശ്യമില്ല. ഒരു ഗ്ലാസ് ചായയും ഇതുപോലെ ഒരു കടി ഉണ്ടെങ്കിൽ വയറ് നിറച്ച് തന്നെ മക്കളൊക്കെ കഴിച്ചോളും. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ചായക്കടി ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. ഇനി നമ്മളിവിടെ ഒരു 1/4 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ നൈസ് പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന അരിപ്പൊടി അതിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു ചെറിയ നനവിന് ഒന്ന് വലിച്ചെടുക്കാനും അപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ടൈറ്റായിട്ടൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എടുത്ത അരിപ്പൊടി കണ്ടല്ലോ, ഒരുപാട് അരിപ്പൊടി ഇട്ട് കൊടുക്കരുത്. നമുക്ക് ഈ ഒരു കപ്പയുടെ ടേസ്റ്റാണ് മുന്നോട്ട് നിൽക്കേണ്ടത്. അപ്പോഴേ ഇത് നല്ല രുചി ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു കപ്പ അരക്കുന്ന സമയത്ത് വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കാനായിട്ട് പറയുന്നത്. വെള്ളം ചേർക്കുകയാണെങ്കിൽ നമുക്ക് അരിപ്പൊടി എത്ര ഇട്ട് കൊടുത്താലും മതിയാവില്ല, ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. നല്ലോണം സ്പൂണൊക്കെ വെച്ചിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് കൈ കൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ് കേട്ടോ നമുക്ക് കിട്ടുക. കൈ വെച്ചിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കുക. അപ്പം മല്ലിച്ചപ്പ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ഇച്ചിരി മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ഉണ്ടാക്കി വരുമ്പോൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഇനി നമുക്കൊരു വാഴയുടെ ഇല എടുക്കാം. അപ്പോൾ വാഴൻ്റെ ഇല ഇല്ലെങ്കിൽ ടെൻഷനാവൊന്നും വേണ്ട. നമ്മൾ ചട്ടിയിൽ നേരിട്ട് തന്നെ പരത്തി എടുക്കാവുന്നതേ ഉള്ളൂ. ഇല ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഇലയുടെ ഈ ഒരു വരവരകളൊക്കെ നമ്മൾ ഈ ഒരു പലഹാരത്തിലോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നല്ലൊരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഈ ഒരു വാഴയുടെ ഇലയുടെ ആ ഒരു ചെറിയൊരു വാടിയ സ്മെല്ലും ഒക്കെ പലഹാരത്തിൻ്റെ ടേസ്റ്റ് കൂട്ടും. അപ്പോൾ അത്യാവശ്യം വലിയ രീതിയിലുള്ള ഉരുളെടുത്തിട്ടാട്ടോ ഞാനതാ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുകയാണ്. ഇലയിലൊരു ഇത്തിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്നും ഒരുപോലത്തെ ചായക്കടി ഉണ്ടാക്കാതെ ഇതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ചായക്കടയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ മക്കൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കൊടുത്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകുമ്പോൾ പറയുമ്പോൾ താഴെ ഇങ്ങനെ കമൻറ്റ് ചെയ്തും എന്താ കുട്ടികൾക്ക് മാത്രം കഴിച്ചാൽ മതിയോ മറ്റുള്ളവർക്ക് കഴിക്കണ്ടെന്ന് വെച്ചിട്ട് ഒരു വീട്ടിലൊരു ഉമ്മമാർ അധികവും നമ്മളെ മക്കളെ ഇഷ്ടമായിരിക്കും അല്ലേ. ആദ്യം നോക്കാം, ഭർത്താക്കന്മാരുണ്ടാവും, എന്നാൽ കൂടി കുട്ടികൾ എന്താ കഴിക്കുക എന്നായിരിക്കും ആദ്യം ഒന്ന് ചിന്തിക്കുക. എന്നിട്ട് നമ്മളെല്ലാതും റെഡിയാക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിലാട്ടോ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി എരിവൊക്കെ കുറക്കാനും അങ്ങനെ ഓരോന്നിങ്ങനെ പറയണത്. അപ്പോൾ ചിലർക്കൊന്നും അതങ്ങോട്ട് അത്ര പറ്റുന്നില്ല. എത്രയായാലും മക്കൾ കഴിക്കുന്നുണ്ടോ അങ്ങനത്തെ ഫുഡായിരിക്കും അധികം നമ്മളെ വീടുകളിലൊക്കെ റെഡിയാക്കുക. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. റൗണ്ടല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈ വെച്ചിട്ട് ജസ്റ്റ് പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ പ്രസ്സൊന്നും എടുത്തിട്ടില്ലല്ലോ, കൈ വെച്ചിട്ടല്ലേ പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഷേപ്പിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ റൗണ്ടാക്കി കൊണ്ടുവരിക. ഇനി നമുക്കൊരു ഇരുമ്പിൻ്റെ തവ എടുക്കാം കേട്ടോ. ഞാൻ ഇരുമ്പിൻ്റെ ചട്ടി എടുത്ത വേറൊന്നുമല്ല, ഇതിൽ ചുട്ടെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ലോണം മുരിഞ്ഞും കിട്ടും. നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ വെച്ചിട്ടും ഇത് നമുക്ക് ചെയ്യാം. അപ്പോൾ താഴെ ഞാനിതാ ചട്ടിയിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓയിലല്ല കേട്ടോ, വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയാകുമ്പോൾ ഒരു നാടൻ മണവും രുചിയും ഒക്കെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി പരത്തി വെച്ചിട്ടുള്ളത് നേരെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇല മാറ്റി കൊടുക്കുക കേട്ടോ. ഒന്ന് ചൂടാകുമ്പോഴേക്കും തന്നെ അതിൽ നിന്ന് വിട്ട് കിട്ടും ഇല. അപ്പോൾ ഈ കണ്ടല്ലോ ആ ഒരു ഇലയുടെ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഈ ഒരു അപ്പത്തിലോട്ട് നന്നായിട്ട് ഇങ്ങനെ പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. 2 സൈഡും ഇതുപോലെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവിക്കുന്ന സമയത്ത് ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത് കേട്ടോ. കുറഞ്ഞ തീയിലിട്ടിട്ട് ചെയ്യുമ്പോഴാണ് ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. മറ്റേത് പുറം ഭാഗമൊക്കെ നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് കരിഞ്ഞൊക്കെ നിൽക്കും, പക്ഷേ ഉൾഭാഗത്തൊന്നും ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഒത്തിരി സമയമൊന്നും വേണ്ട. ഇനിയിപ്പോൾ കപ്പയല്ലേ എന്ന് കരുതിയിട്ട് ഒരുപാട് സമയം ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഹാർഡാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. താല്പര്യമുള്ളവർക്ക് നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഈ ഒരു ചട്ടി ഇങ്ങനെ ഡ്രൈ ആവണതിനനുസരിച്ച് തേച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ കണ്ടല്ലോ ഒന്നാമത്തെ നമ്മൾ കഴിഞ്ഞിട്ട് കാണാൻ നല്ല രസമല്ലേ. അതുപോലെ തന്നെ കപ്പ വെച്ചിട്ടുള്ള എല്ലാ വിഭവങ്ങളും അടിപൊളിയാണല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഇതെന്തായാലും ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. രണ്ടാമത്തെ ഞാൻ പരത്തിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ചൂടായതിന് ശേഷം മാത്രം ഇലയൊന്ന് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ അരിപ്പൊടി ചേർക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് അരിപ്പൊടി ഇട്ടിട്ട് ആ ഒരു പത്തിരിൻ്റെ ടേസ്റ്റ് നിങ്ങൾ മാറ്റരുത്. നമുക്ക് വേണ്ടത് കപ്പ കൊണ്ടുള്ള അടിപൊളി പത്തിരിയാണല്ലേ. അപ്പോൾ ഒരുപാട് അരിപ്പൊടി ഇടുമ്പോൾ നമ്മൾ അരിപ്പൊടി വെച്ചിട്ടുള്ള പത്തിരിൻ്റെ അതേ ടേസ്റ്റിക്കാണ് കേട്ടോ ഇത് വരിക. അരക്കുന്ന സമയത്ത് വെള്ളം ചേർക്കാതെ അരക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എല്ലാ പത്തിരിയും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ തവയിൽ വെച്ച് ചുട്ടെടുത്തുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയത് കേട്ടോ. അപ്പോഴാണത് കഴിക്കാനും നല്ല ടേസ്റ്റ്. നമ്മുടെ ഒരു ഇലയുടെ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഓരോ പത്തിരിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുമ്പോൾ കാണാൻ തന്നെ ഒരു വേറെ ലെവലാണ്. ഒപ്പം തന്നെ ഇലയുടെ ആ ഒരു സ്മെല്ലും. ഞാൻ പറഞ്ഞല്ലോ ഇല ഇല്ലാത്തവർക്ക് ഡയറക്റ്റായിട്ട് ചട്ടിയിൽ തീ വളരെ കുറച്ച് വെച്ചിട്ട് കൈ വെച്ചിട്ട് പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. കൈ പൊള്ളാതെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കറിയുടെ ഒന്നും ഒരാവശ്യമില്ല. കറി ഇല്ലാതെ തന്നെ ഒരു ഗ്ലാസ് ചായയും ഇതുപോലെ പലഹാരം കിട്ടുകയാണെങ്കിൽ എല്ലാവരും വയറ് നിറച്ച് തന്നെ കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മളൊരു ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പറയണില്ല, നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഞാനിതിൽ ജീരകം ചേർത്തിട്ടുണ്ട്. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അത് ഒഴിവാക്കിയിട്ട് ചെയ്യാം. മക്കളൊക്കെ ഉള്ള വീട്ടുകളാണെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കുറക്കുക, ഇഞ്ചിൻ്റെ അളവൊക്കെ കുറച്ചിട്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ക്യാരറ്റൊക്കെ വേണമെങ്കിൽ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തൊക്കെ ഇടാം. അപ്പോൾ കാണാനും ചുരുക്കുണ്ടാവും, ഒപ്പം ആ ഒരു വൈറ്റമിൻസും ഒക്കെ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ കണ്ടല്ലോ, ഇത് ഞാൻ ഈ പിച്ചെടുക്കുന്ന സമയം തന്നെ അറിയാൻ പറ്റും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. ചുടുന്ന സമയത്തൊന്ന് ഹാർഡായാലും ചൂടാറുന്നത് കൂടി നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ ഈ ഒരു അപ്പം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാക്കി നമ്മൾ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മളെ ഫോണൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒത്തിരി ഗ്രൂപ്പ്സ് ഉണ്ടാവും. എല്ലാ ഗ്രൂപ്പുകൾക്കൊന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.
അപ്പോൾ നാളെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.